ഡീ സോറി ഡീ പ്ലീസ് എന്നോടൊന്നും മിണ്ട്. വേണ്ട, ഞാൻ ഇനി നിന്നോട് മിണ്ടില്ല. ഹലോ ഹലോ. മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ടോ. അറിയാതെ പോലും പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. എന്തൊരു സുന്ദരി കുട്ടിയല്ലേ. രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്. ഞാൻ നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു. ഉമ്മന്നായിട്ട് മണ്ടി നിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് ഇപ്പൊ എന്റെലാന്ന്. എന്നാ അതൊന്ന് അയച്ചിട് ചേട്ടാ. എന്റെ ഭഗവാനെ, നന്ദിയുണ്ട് ഇത്ര നല്ല മരുമകളെ കാണിച്ചു തന്നതിന്. ചെക്കന് പെണ്ണ് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചു. അവൻ തന്നെ അയക്കാനാ? എന്തയക്കാൻ? എന്റെ പാസ്വേഡ് ഞാൻ തന്നെ മറന്നിരിക്കുക. എടി നീ കരുതുന്ന പോലെ ഒരു ആപ്പൂപ്പയല്ല ഞാൻ നിന്റെ ബാങ്ക് പെണ്ണിനെ കണ്ടുപിടിച്ചല്ലോ. അയ്യോ അമ്മ, എനിക്കറിയില്ല ഈ കുട്ടീനെ. റോട്ടിൽ നിന്നപ്പോ അക്കൗണ്ട് വരെ ഹാക്ക് ചെയ്യൂടി. 4-5 EMI പെൻഡിങ്ങിലുണ്ട്. സൂക്ഷിച്ചൊക്കെ ഹാക്ക് ചെയ്യണേ ചേട്ടാ, അല്ലെങ്കിൽ പിന്നെ ബാങ്കുകാർ നിങ്ങളുടെ പിന്നാലെ വരും. ഞാൻ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വഴി ചോദിക്കായിരുന്നേ. ഇതേതോ റോട്ടി കണ്ട പെണ്ണ. റോട്ടി കണ്ട പെണ്ണല്ലേ? നിനക്ക് എപ്പോഴാണ് ഞാൻ റോട്ടി കണ്ട പെണ്ണായത്? പിടിക്കുന്നതിന്റെ വാച്ച്. പാസ്പോർട്ട് ഉണ്ടാക്കി ഞാൻ നിന്നെ ജയിലിലടയ്ക്കും. അപ്പൊ എനിക്ക് 3 നേരം കഴിക്കാൻ ഭക്ഷണവും ഉറങ്ങാൻ ഒരിടവും സംസാരിക്കാൻ ഒരു കുറ്റവാളി സുഹൃത്തിനെയും കിട്ടുന്നു. നോണിയൊന്നും പറയണ്ട, ഞങ്ങൾക്ക് പെൺകുട്ടീനെ ഇഷ്ടായി. അമ്മയ്ക്ക് പെണ്ണിന് ഇഷ്ടായി. അമ്മയ്ക്ക് പെണ്ണിന് ഇഷ്ടായി. അമ്മയ്ക്ക് സൂപ്പർ. എന്താടി ഇത്, നീ തമാശയൊന്ന് വിചാരിച്ചാ? അപരിചിതനായ ഒരാളെ തമാശ കളിക്കോ ചേട്ടാ? തമാശ കളിക്കണത് ഇപ്പൊ പെണ്ണിന് ഇഷ്ടായി. ഏത് നേരം പെണ്ണ് പെണ്ണെന്നൊരു ചിന്തയുള്ളോ? കെട്ടുപ്രായമായിട്ട് പെണ്ണ് കിട്ടാണ്ടായി ഇതാ അവസ്ഥ. ജീവിതമാണ്. എത്ര നേരായി നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നു. എന്താ നിന്റെ പ്രശ്നം? ഒരു 2 ലക്ഷം രൂപ കടണ്ട് എനിക്ക്. 2 ലക്ഷം ഞാൻ അയച്ചു തരാം നിന്റെ ദൈവമേ, ഏതെങ്കിലും ഒരു പെണ്ണിന് ഇവന് കിട്ടിയിരുന്നെങ്കിൽ. അക്കൗണ്ടിലേക്ക്. ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകരുത്. അത് മാത്രല്ല, ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതം വേണ്ട എനിക്ക്. മോളൂസ, ഞാൻ പറയുന്നേക്ക്. നിന്റെ വാട്സാപ്പിൽ